ഇന്നൊരു നെയ്മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പം നെയ്മീൻ തേങ്ങ അരച്ച് മുളക് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചു, ചട്ടി അടപ്പത്ത് വെച്ച്. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടേ. അപ്പോൾ ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിടണം. കുറച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടിക്കോട്ടെ കേട്ടോ. കടുക് പൊട്ടാൻ കുറച്ച് താമസം. മൺചട്ടിക്കകത്തായതുകൊണ്ട് എണ്ണയൊക്കെ ചൂടായി വരാൻ ഇത്തിരി താമസമുണ്ട്. അതാ പ്രശ്നം. എൻ്റെ സൗണ്ട് ശരിക്കും ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഇത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് യൂട്യൂബിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കണ്ടല്ലോ സൗണ്ടില്ല. അതാ പ്രശ്നം. അങ്ങനെ ഒരു മൈക്ക് വാങ്ങി വെച്ചിട്ട് അത് ശരിയാവുന്നില്ല. അതിനെ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം എന്താ പറ്റിയിരിക്കണമെന്നുള്ളത്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയാൽ നമുക്ക് ഉരുവ ഇട്ട് കൊടുക്കാം. ഉരുവിട്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളി പിന്നെ പച്ചമുളകും ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് കറിവേപ്പില നമുക്ക് പിന്നെ ലാസ്റ്റ് ഇറക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നല്ലോണം മുരിയണ്ട, എങ്കിലും ഒരുവിധമൊന്നും നല്ലോണം മുരിഞ്ഞതിനെ കിട്ടണം. ക്രിസ്പി ആവണ്ട. അത് തന്നെ ഞാൻ അരപ്പ് വാട്ടിയാണ് വെക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും എല്ലാം കൂടി അരച്ചിട്ട് തേങ്ങ മുളക് കൂടി അരച്ചിട്ട് അതിനകത്ത് മഞ്ഞപ്പൊടിയും കൂടി അരച്ച് അതിനകത്ത് ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ പുളി ഇടറുണ്ട്, ഉപ്പ് ഇടറുണ്ട് ഇതിനകത്ത്. അപ്പോൾ അരപ്പിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? അരപ്പ് നന്നായിട്ട് വാടട്ടെ. ഇതൊന്ന് കഴുകിയെടുക്കണമെങ്കിൽ അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു പച്ചക്കായ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. തോരൻ എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറിയാണിത്. എന്നോട് ദിവസം ഒരു തോരൻ കഴിക്കണം എന്ന് പറയുന്നുണ്ട്, പ്രത്യേകിച്ചും പച്ചക്കായ. അപ്പോൾ അത് കുറച്ച് ഉള്ളി കൂടുതലിട്ടിട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് ഈ പച്ചക്കായ അരിഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ എന്നറിയുന്നത് വേവിച്ചെടുക്കും. വേവിച്ചിട്ട് അവസാനം കുറച്ച് തേങ്ങയും കുറച്ച് കടുകൊന്നും തളിക്കില്ല, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഇറക്കിയെടുക്കും. അതെന്തെങ്കിലും ഒരു കറി എനിക്ക് വേണം. അപ്പോൾ എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ 2 പീസ് ചിക്കൻ വറ്റിച്ചത്, വറുത്തതല്ല വറ്റിച്ചത്, പിന്നെ ഈ പച്ചക്കായ, അതേപോലെ പച്ചക്കറി ഐറ്റംസില്ലേ അത്. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും പച്ചക്കറി. അപ്പം ഞാനൊന്ന് അരിഞ്ഞിട്ട് ഇതും കൂടി ഉള്ളു ഇന്നത്തെ കറി. അത് പോരെയല്ലേ? ചിക്കൻ വേണമെങ്കിൽ വറുക്കാനായിട്ട് ഇരിപ്പുണ്ട്, പറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്
എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും ആയിരുന്നു ചിക്കൻ വാങ്ങിച്ചിട്ട്. അതിങ്ങനെ ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന എടുക്കുക. അതിന് ആവശ്യമുള്ളപ്പോഴത്തേക്ക് എടുത്ത് പുറത്തോട്ട് വെക്കും. തുണി അലക്കാനിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. തുണി അലക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വെയിലില്ല, ഒരു മഴ മൂടാണെന്ന്. അത് കാരണം ഇന്നലെ അലക്കണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഈ മഴ ഇങ്ങനെ നിൽക്കണോണ്ട് ഞാൻ അലക്കിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അധികമൊന്നുമില്ല, 2 ബെഡ്ഷീറ്റ് ഉണ്ട്, പിന്നെ 2 ദിവസത്തെ ഞങ്ങളുടെ 2 പേരുടെയും തുണിയുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതൊന്ന് ഏളാമാസ് ഹോംലി കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. മറന്നു പോകല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. മീൻകറി നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, നെയ്മീനാണ് ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചത്. ഇവിടെ വൈകുന്നേരം ചന്തയുണ്ട് പെരുമ്പടപ്പിൽ, അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പെട്ടെന്ന് എല്ലാം നീറ്റാക്കി വെച്ച്. അതിനെ അവിടെ നിന്നൊന്ന് വറ്റട്ടെ. ഇളക്കണ്ട കേട്ടോ, ഇങ്ങനെ പതിയെ കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ശരിയാവട്ടെ. കുറച്ച് ഒരു 2 മിനിറ്റും കൂടെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഏഴ് തീക്കകത്തിൽ എടുക്കുക. അപ്പോൾ കിടന്ന് എണ്ണ തെളിഞ്ഞോളും. ഇനി അടുത്തത് പച്ചക്കായാണ്. മീൻകറി ലാസ്റ്റ് സ്റ്റേജാണ്, ഞാൻ ഇറക്കാൻ പോകണം കേട്ടോ. ഉപ്പും പുളിയും നോക്കിയില്ലായിരുന്നു, ഞാൻ നോക്കിയാകട്ടെ. നല്ല കറി, ഞാൻ വെച്ചോണ്ട് പറയല്ലോ കേട്ടോ. നല്ല കറി. ഇത് ഇറക്കി നോക്കട്ടെ. കണ്ടോ, കറി കണ്ടില്ലേ? ഞാൻ പച്ചക്കായ വെക്കട്ടെ. പച്ചക്കായ, ഉള്ളി, ചുവന്ന മുളക്, മഞ്ഞപ്പൊടി, കറിവേപ്പില ഇത്തിരി ഞാൻ അടപ്പത്തേക്ക് വെക്കുകയാണെ. ഇത് വറ്റി കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട്, തേങ്ങ ഒന്നും ചെയ്യില്ല, വെറുതെ തേങ്ങ ചിരണ്ടിയത് ഇടും. അത് കൂടാതെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. എനിക്ക് ശ്വാസം മുട്ടണം വർത്താനം പറഞ്ഞിട്ട്. മരുന്നിന് പോണെങ്കിൽ ഇപ്പോൾ മരുന്നിന് പോകണമെന്നല്ല, മരുന്ന് എടുക്കുന്നത് വാങ്ങിക്കണം. ഓക്കെ, കണ്ടോ, ദേ പച്ചക്കായ കഴിഞ്ഞിട്ടോ. പച്ചക്കായ്ക്കകത്ത് ലാസ്റ്റ് വെള്ളം പറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് തേങ്ങ ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് ഇറക്കുകയാണ്. അതോടുകൂടി ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് ചോറ് തടപ്പത്ത് ആവി കയറ്റാൻ വെച്ച് അത് ആവി കയറി. മീൻകറിയുണ്ട്, പിന്നെ പച്ചക്കായുണ്ട് ഉച്ചക്കത്തെ. പിന്നെ ഓണത്തിന് വെച്ച തീയലിരിപ്പുണ്ട്, പാവയ്ക്ക തീയൽ. അതിങ്ങനെ ഡെയിലി കൂട്ടി ഇനി ഒരു 2 നേരവും കൂടെ കൂട്ടാനായിട്ടുണ്ട്. തീരുന്നില്ല. ഈ വക കറികളൊക്കെ വെച്ചാലുണ്ടല്ലോ തീരുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മറ്റുള്ള കറികൾ കൂട്ടുന്ന പോലെ അത് കൂട്ടുകയില്ലല്ലോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. പല പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, പ്ലീസ്.